റാങ്കിങ് ലെവൽ ഓഫ് ഗെയിംസ് അത് ബിഗ് ബോസിൽ എല്ലാ തവണ ഉള്ളതാണ്. 1 to 10 എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏത് പോസ്റ്റിൽ അറിയിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംഭവം നിൽക്കുക. അതെല്ലാ തവണ ഉള്ളതാണ്. ഇത്തവണ അഗ്നിപരീക്ഷയിലും ഉണ്ട് ആ സംഭവം. ആൻഡ് ഇൻ ബിറ്റ്വീൻ എൽദോ ഈ വ്യക്തിയുടെ ഫേസ് ഒന്ന് ഓർത്തു വെച്ചോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് ഈ എപ്പിസോഡ് തൂക്കിന്ന് മാത്രമല്ല, ഇയാള് ഒരു BB മെറ്റീരിയൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനു മുമ്പ് തന്നെ നമ്മളൊരു ഇതിൽ കണ്ടു, ഭയങ്കര ഫ്രണ്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് പറ രഞ്ജിനി എന്ന് പറയുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ. ആൻഡ് വളരെ ഇത്ര ആൾക്കാർ ഇതിനകത്ത് ഷിബിനെയും എല്ലാവരും സംസാരിച്ചെന്നുണ്ടെങ്കിലും വളരെ പോയിന്റ് ടു പോയിന്റ് ക്ലാരിറ്റി ആയിട്ട് സംസാരിച്ചത് ഈ ഒരു വ്യക്തിയാണ്. എത്ര ഇൻഫിനിറ്റി കിട്ടി എന്നുള്ളതും എങ്ങനെയൊക്കെ ഈ ഒരു ജേർണി ആള് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കും. അതിന്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബിനെ ഷോൾഡറിൽ ഹോൾഡ് ചെയ്ത സംഭവം അത് ആളുടെ ഒരു എഫർട്ടോട് കൂടിയിട്ട് തന്നെയാണ് ആ ടാസ്ക് നടന്നതും. ആൻഡ് ജഡ്ജസ് ഇവര് ശരിക്കും ജഡ്ജസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആളിൽ ഒരു പ്രൊവോക്കേഷൻ കൊണ്ടുവരാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ഈഗോ റിഫ്ലെക്സ് ഉണ്ടാക്കാം എന്നുള്ള സംഭവത്തിലൊക്കെയാണ് ഇവര് പോയിന്റ് ഔട്ട് ചെയ്യുക മെയിൻ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇൻഫിനിറ്റി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു, ഞാൻ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളൊരു സംഭവം സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതില് ആ ഇൻഫിനിറ്റി ഷിബിനിക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോഴും ആള് ഭയങ്കര ഹാപ്പി ആൻഡ് ചില്ലാൻ കൂളായിട്ടാണ് ആ സംഭവം കൊടുത്തത്. അപ്പം പല ഇതിലും പൊസിഷൻസിൽ നിൽക്കുന്നത് നമുക്ക് തന്നെ നമ്മൾ പുറത്തിരുന്ന പ്രേക്ഷക എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഒന്നിൽ നിൽക്കുന്നവരാണ് കൂടുതലും ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അൺഫോർച്ചുനേറ്റ്ലി 10 നിൽക്കേണ്ട ആള് വന്നിട്ട് ഒന്നിൽ നിൽക്കേണ്ട ആള് പോയിട്ട് 10 നിൽക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. എല്ലാവരുടെയും എൻഡ് ഓഫ് ദ ഡിസിഷൻ വന്നിട്ട് നമ്പർ 1 ആവണം എന്നുള്ളതാണ്. പക്ഷെ അതിനകത്തേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളൊരു സെൽഫ് അനാലിസിസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ സീസൺ വരെ ഉണ്ടായിട്ടില്ല. ബട്ട് അവർക്ക് എങ്ങനെയും ഒന്നിൽ എത്തണം എന്നുള്ളൊരു ഷാഠ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാറില്ല. പക്ഷെ ഇതില് അഗ്നിപരീക്ഷയില് ഈ വ്യക്തി ഒന്നിൽ നിന്നത് അത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കൂടുതലുള്ള കണ്ടസ്റ്റൻസിനെയും അതേപോലെ ജഡ്ജസിനെയും കറക്റ്റായിട്ട് ഈ വ്യക്തിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. അതായത് നല്ല രീതിയിൽ ക്ലാരിറ്റിയോട് കൂടി സംസാരിച്ചിട്ടുണ്ട്. അപ്പോ മേ ബി ദർ ഇസ് എ ചാൻസ്. കാരണം സീസൺ 8 ഈ ഒരു വ്യക്തി വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ആൾക്ക് ഏകദേശം ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണ് ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിന്റെ ഒരു പ്ലാനിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ക്ലിയർ ആൻഡ് ക്ലാരിറ്റി ആയിട്ട് ഈ ഒരു റാങ്കിങ് ലെവലിൽ വന്നിട്ട് ആൾക്ക് സംസാരിക്കാൻ പറ്റിയതും. ആൾക്ക് കഷ്ടപ്പെടുക, കാരണം ഷോൾഡറിൽ നിർത്താൻ പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെ നിർത്തിയിട്ടും അത് ഷിബിനിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോഴും ആൾ അവിടെ ഞാനാണ് എഫർട്ട് ഇട്ടത്, എന്റെ ഇതാണ്, അങ്ങനെയുള്ള സംസാരം കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ഭയങ്കര സന്തോഷത്തിലൂടെ അത് വേറെ ആൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടി വന്നു, എന്റെ ഒരു ഇത് വേണ്ടി വന്നു. സോ ഐ ആം ദ ബെസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് ലെവലിൽ നിൽക്കാൻ എന്നുള്ളത് ആളത് പ്രൂവൻ ചെയ്തു. അതേപോലെ തന്നെ സംസാരത്തിലൂടെ കൺവിൻസ് ചെയ്യിക്കാനും പറ്റി. ക്ലിയർ ആൻഡ് ക്ലാരിറ്റി ആയിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, അങ്ങനെ എന്തൊക്കെയോ വായിത്തൊന്ന് വിളിച്ചു പറയാന്നുള്ള രീതിയിലൊന്നും അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത ആളിവിടെ എത്തി. അപ്പോ നോട്ടഡ് ഈ വ്യക്തി 8 അതായത് സീസൺ 8 വരാനുള്ള ചാൻസസ് ഇസ് ടു ഹൈ. വന്നാൽ തന്നെ ആൾക്ക് ആളുടേതായ രീതിയിലുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളും ഉണ്ടാവും. അത്യാവശ്യം ഒരു സംസാര വിഷയമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വ്യക്തി ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക.